കനത്ത മഴയെ തുടർന്ന് മുടപ്പല്ലൂർ ടൗണിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത് പതിവ് കാഴ്ച. മഴ ശക്തമായാൽ ടൗണിലെ റോഡുകൾ വെള്ളത്തിനടിയിലാകുകയും വെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുകയും ചെയ്യുന്നതോടെ വ്യാപാരികൾക്കും വൻ നാശനഷ്ടമാണ് നേരിടേണ്ടി വരുന്നത്. വെള്ളക്കെട്ട് മൂലം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഗതാഗതവും പലപ്പോഴും തടസ്സപ്പെടുന്ന സാഹചര്യമാണ്. മുടപ്പല്ലൂർ ടൗണിലെ വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കുമെന്ന ലക്ഷ്യത്തോടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അഴുക്കുചാൽ നവീകരിച്ചിരുന്നെങ്കിലും പ്രതീക്ഷിച്ച ഫലം ലഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മഴവെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടത്ര സൗകര്യം ഇപ്പോഴും ഇല്ലാത്തതിനാൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വെള്ളം ടൗണിൽ കെട്ടിക്കിടക്കുകയാണ്. മഴവെള്ളം തടസ്സമില്ലാതെ ഒഴുകിപ്പോകുന്ന രീതിയിൽ സമഗ്രമായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നാണ് യാത്രക്കാരുടെ അഭിപ്രായം. വെള്ളക്കെട്ടിനു പുറമെ ടൗണിലെ റോഡുകളിൽ രൂപപ്പെട്ട വലിയ കുഴികളും യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ്. മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ മംഗലം ഡാമിൽ നിന്ന് മുടപ്പല്ലൂർ ജംഗ്ഷനിലെത്തുന്ന ഭാഗത്താണ് നിരവധി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ കുഴികൾ വെള്ളത്തിൽ മറയുന്നതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. കുഴികൾ ഒഴിവാക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചു പോകുന്നത് ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. വർഷങ്ങളായി മഴക്കാലത്ത് ആവർത്തിക്കുന്ന വെള്ളക്കെട്ടും ഗതാഗത പ്രശ്നങ്ങളും വ്യാപാരികൾക്കും യാത്രക്കാർക്കും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. താൽക്കാലിക അറ്റകുറ്റപ്പണികൾക്ക് പകരം ദീർഘകാലം നിലനിൽക്കുന്ന ശാശ്വത പരിഹാരം നടപ്പാക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമായി ഉന്നയിക്കുകയാണ്. പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണത്തോടെ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചതായി വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ ഗോപിനാഥ് അറിയിച്ചു. ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയൊരു പ്രശ്നം നേരിടുന്നതാണ് മുടപ്പല്ലൂർ വെള്ളക്കെട്ടുമായിട്ട് രൂക്ഷമായിട്ട് ഇരുന്നിരുന്നു. അതായത് അവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളും പൊതുജനങ്ങളും യാത്രക്കാരും വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാലാകാലങ്ങളായിട്ട് അവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം റോഡിൽ കയറുകയും കടകളിലൊക്കെ വെള്ളം വരികയും ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെല്ലാവരും പഞ്ചായത്തിൽ വന്നതിനെ തുടർന്ന് നമ്മൾ വ്യാപാരി സുഹൃത്തുക്കളെയും പൊതുജനങ്ങളെയും ജനപ്രതിനിധികളും PWD എല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഒരു തീരുമാനം എടുത്തു. അതായത് അതിൽ ശാശ്വതമായിട്ട് പരിഹാരം കാണേണ്ടതുണ്ട് എങ്കിലും തൽക്കാലം നമുക്ക് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ തൽക്കാലത്തെ കുഴി മൂടാനുള്ള ഒരു സംവിധാനം നമ്മളതിൽ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. അതിനെ തുടർന്ന് PWD ആയിട്ട് ബന്ധപ്പെട്ട് അതിന് സംസാരിച്ചു. അപ്പോൾ അവരും അത് സഹകരിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ കോറി വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കോറി വേസ്റ്റ് ഇടുമ്പോൾ കുറച്ച് പൊടികളുടെ ശല്യം ഉണ്ടെങ്കിലും അതിനെ ഇൻ്റർലോക്ക് സംവിധാനം ചെയ്യുന്നതോടുകൂടെ തൽക്കാലം ഈ ഒരു വർഷത്തെ പ്രശ്നം പരിഹരിക്കും. പക്ഷേ നമുക്കറിയാം അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം തന്നെ കാണാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് MLA ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. MLA പൂർണ്ണ സഹകരണം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയൊരു പ്രൊജക്റ്റ് ശാശ്വതമായിട്ട്, അതായത് ആ വെള്ളക്കെട്ട് അവിടെ വെള്ളം മഴ പെയ്ത് അവിടെ നിൽക്കാതെ പുഴയിലേക്ക് ഒഴുകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, അതിനുള്ള പ്രൊജക്റ്റ് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് MLA പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നതോടുകൂടെ എന്തായാലും അടുത്ത വർഷമാകുമ്പോഴേക്കും ആ ഒരു പ്രൊജക്റ്റ് തയ്യാറായി അത് ചെയ്യുന്നതോടുകൂടെ ഈ മുടപ്പല്ലൂർ ടൗൺ എന്ന് പറഞ്ഞ വണ്ടാഴി പഞ്ചായത്തിൻ്റെ തന്നെ കണ്ണായ സ്ഥലമാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിനെല്ലാ പൊതുജനങ്ങളുടെയും വ്യാപാരി സുഹൃത്തുക്കളുടെയും എല്ലാവരെയും സഹകരണം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇതിനായി ടൗണിൽ കോറി മാലിന്യം നിക്ഷേപിച്ച് റോഡിന്റെ ഉപരിതലം ബലപ്പെടുത്തുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഇപ്പോൾ കോറി മാലിന്യം നിക്ഷേപിച്ചതിനെ തുടർന്ന് പൊടിശല്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതിനു മുകളിൽ ഇന്റർലോക്ക് സ്ഥാപിക്കുന്നതോടെ ഈ മഴക്കാലത്തേക്കെങ്കിലും യാത്ര സുഗമമാക്കാൻ കഴിയുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ. മുടപ്പല്ലൂർ ടൗണിലെ വെള്ളക്കെട്ടും റോഡിലെ കുഴികളും ശാശ്വതമായി പരിഹരിക്കുന്നതിന് സമഗ്രമായ പദ്ധതി നടപ്പാക്കുമെന്ന് ആലത്തൂർ MLA ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.